കൊയിലാണ്ടിയിലെ CPM നേതാവിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യമെന്ന റിമാൻഡ് റിപ്പോർട്ട്. മദ്യപിച്ച ശേഷമാണ് കൊല നടത്തിയത്. വിദേശത്ത് നിന്ന് വാങ്ങിയ കത്തിയാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം കൊയിലാണ്ടിയിലെ CPM നേതാവ് PV സത്യനാഥന്റെ കൊലപാതക കേസ് അന്വേഷണത്തിന് 14 അംഗ സംഘമാണ് രൂപീകരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, നിലവിൽ റിമാൻഡ് റിപ്പോർട്ട്, വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. എങ്ങനെ നോക്കിക്കാണും? ഈ റിമാൻഡ് റിപ്പോർട്ട് പുറത്തു വന്നതിലൂടെ CPM-നകത്ത് കാലങ്ങളായി നടക്കുന്ന അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. CPM-ലെ കൊയിലാണ്ടി ടൗൺ സെൻട്രൽ ലോക്കൽ സെക്രട്ടറി PV സത്യനാഥനെ മിനിഞ്ഞാന്ന് രാത്രിയായിരുന്നു CPM-ന്റെ ബ്രാഞ്ച് അംഗവും സത്യനാഥന്റെ അയൽവാസിയുമായ അഭിലാഷ് കൊലപ്പെടുത്തിയത്. ഒരു കാലത്ത് CPM-നും നേതാക്കൾക്കും രക്ഷകനായി നിന്ന അഭിലാഷിനെ പാർട്ടി അവഗണിച്ചു തുടങ്ങിയതോടെയാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം രൂക്ഷമാകുന്നത്, അല്ലെങ്കിൽ പ്രശ്നം ആരംഭിക്കുന്നത് എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് അഭിലാഷ് പോലീസിന് നൽകിയ മൊഴി പ്രകാരം തനിക്ക് മറ്റു പാർട്ടിക്കാരിൽ നിന്ന് മർദ്ദനമേറ്റപ്പോൾ സത്യനാഥൻ അഭിലാഷിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് പലതരത്തിലുള്ള അവഗണന തനിക്ക് പാർട്ടിക്കകത്ത് നേരിടേണ്ടി വന്നു. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത് എന്ന് അഭിലാഷ് പറയുന്നു. കോവിഡിന് ശേഷം ഈ അഭിലാഷ് 1.5 വർഷത്തോളം കാലം പുറത്ത് വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ നിന്നും വാങ്ങിയ കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് കൊലപാതകം നടത്തിയത് എന്നും ആ സമയത്ത് മദ്യപിച്ച ശേഷമാണ് കൊലപാതകം ചെയ്തത് എന്നുമാണ് അഭിലാഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. സംഭവ ദിവസം രാത്രി, അതായത് മിനിഞ്ഞാന്ന് രാത്രി ക്ഷേത്ര പരിസരത്ത് സത്യനാഥൻ ഇരിക്കുന്നത് കണ്ടപ്പോഴാണ് കൊല ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് ഈ കത്തി എടുത്തുകൊണ്ട് അഭിലാഷ് വന്നത്. ഈ സത്യനാഥന്റെ പുറകിലൂടെ വന്ന് വായ പൊത്തിപ്പിടിച്ചതിന് ശേഷം കഴുത്തിന്റെ ഇരുവശത്തും കത്തി കുത്തിയിറക്കുകയായിരുന്നു എന്നാണ് മൊഴി. ഇദ്ദേഹത്തിന്റെ കഴുത്തിലും നെഞ്ചിലുമായി 6ഓളം ആഴത്തിലുള്ള മുറിവുകളാണ് ഈ കുത്തലിൽ ഏറ്റിട്ടുള്ളത്. കൊല്ലണം എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് കൃത്യം നടത്തിയത് എന്നും അഭിലാഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ കത്തി കുത്തിയിറക്കിയതിനു ശേഷം കത്തി തൊട്ടടുത്തുള്ള പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നീട് അദ്ദേഹം ക്ഷേത്രത്തിന്റെ മതിൽ ചാടിക്കടന്ന് നടന്ന് കൊയിലാണ്ടി സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. ഈ കേസിന്റെ പൂർണ്ണമായ അന്വേഷണത്തിന് വേണ്ടിയിട്ട് കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ ഒരു 14 അംഗ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഭിലാഷിനെ കസ്റ്റഡിയിൽ കിട്ടാൻ കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി കസ്റ്റഡിയിൽ കിട്ടുന്നതിനായി ഉടൻ തന്നെ കോടതിയിൽ അപേക്ഷ സമർപ്പിക്കുമെന്നാണ് ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസം ഗോകുൽ, ഇത്തരത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് CPM-നുള്ളിൽ തന്നെ ഉള്ള വ്യക്തിവൈരാഗ്യത്തിന്റെയും തമ്മിലടിയുടെയും ഒരു ഇര തന്നെയാണ് ഈ കൊല്ലപ്പെട്ട സത്യനാഥൻ. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ ഒരുപക്ഷെ BJP RSS നേതാക്കൾക്കെതിരേക്ക് വ്യാജ പ്രചരണങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്ക് കൂടിയുള്ള ഒരു തിരിച്ചടി തന്നെയല്ലേ ഈ ഒരു റിമാൻഡ് റിപ്പോർട്ട്? അത് തീർച്ചയായും വിഷ്ണു. ഈ കൊലപാതകം നടന്ന ഉടനെ തന്നെ CPM-ന്റെ സമുന്നതരായ നേതാക്കൾ, അതായത് M സ്വരാജും M വിജിൻ MLA ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ RSS-ന്റെ മേൽ ഈ ഒരു കുറ്റം കെട്ടിവെക്കാനുള്ള ശ്രമം നടത്തുകയുണ്ടായിരുന്നു. അതിനെതിരെ സാധാരണക്കാരായ ജനങ്ങൾ ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ പോസ്റ്റിന് താഴെ ഈ കമന്റുകൾ ഉൾപ്പെടെ, അതായത് ഈ വിഷയം ഇത് CPM-കാരനായിട്ടുള്ള വ്യക്തിയാണ് CPM ലോക്കൽ സെക്രട്ടറിയെ വധിച്ചത് എന്ന വസ്തുത മനസ്സിലാക്കിയ സാധാരണപ്പെട്ട ആളുകൾ കമന്റ് ചെയ്തു തുടങ്ങിയതോടെ അവർക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്ത് മുങ്ങുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഈ സത്യനാഥും അഭിലാഷും തമ്മിലുള്ള പ്രശ്നം ഏകദേശം 8 വർഷത്തോളം പഴക്കമുള്ള പ്രശ്നമാണ്, അല്ലെങ്കിൽ അതിന് 8 വർഷത്തോളം കാലപ്പഴക്കമുണ്ട്. ഈ പ്രശ്നത്തെക്കുറിച്ച് പ്രദേശത്തെ CPM നേതാക്കൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ കൊല നടത്താനുണ്ടായ സാഹചര്യവും കാരണവും ഒക്കെ RSS-ന്റെ മേൽ കെട്ടിവെച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമായിരുന്നു ആദ്യം നടത്തിയത്. എന്നാൽ അതിനെ ഒരു അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ സമയം ആ രീതിയിൽ ഒരു പ്രചരണം നടത്താൻ CPM-മാർക്ക് സാധിക്കാതെ വരുന്നു. ഈ അഭിലാഷ് പോലീസിന് നൽകിയ മൊഴി പ്രകാരമുള്ള ഈ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമുള്ള മൊഴിയിലും അത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. തന്നെ പാർട്ടിയിൽ നിന്നും അവഗണിച്ചു, തനിക്ക് പാർട്ടിയുമായി ബന്ധപ്പെട്ട ജോലി ഉണ്ടായിരുന്നു. വ്യക്തമാണ്. കൊയിലാണ്ടിയിലെ CPM നേതാവിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യമെന്ന റിമാൻഡ് റിപ്പോർട്ട്. മദ്യപിച്ച ശേഷമാണ് കൊല നടത്തിയത്. വിദേശത്ത് നിന്ന് വാങ്ങിയ കത്തിയാണ് കൊലയ്ക്ക് ഉപയോഗിച്ചതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഗോകുലാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.